മഴ ശക്തിയാർജിച്ചതോടെ പെരിയാറ്റിൽ നീരൊഴുക്ക് വർദ്ധിച്ചു. കാലവർഷം ആരംഭിച്ച ഈ വർഷം പെരിയാറ്റിൽ കാര്യമായി വെള്ളമുണ്ടായിരുന്നില്ല. കാലവർഷത്തിൽ ആദ്യമായാണ് പെരിയാർ ഇരുകര മുറ്റി ഒഴുകുന്നത്. കഴിഞ്ഞ 2 ദിവസത്തെ മഴയിലാണ് പെരിയാർ നിറഞ്ഞത്. ജില്ലയിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് പെരിയാർ. ജൂണിന്റെ തുടക്കത്തിൽ തന്നെ പെരിയാർ ഇരുകരയും മുട്ടി ഒഴുകുന്നത് പതിവായിരുന്നു. എന്നാൽ ഈ വർഷം അതുണ്ടായില്ല. വേനലിന് സമാനമായ രീതിയിലായിരുന്നു പെരിയാർ ഒഴുകിയത്. കാലവർഷം ആരംഭിച്ച് 2 മാസം പിന്നിടുമ്പോഴാണ് പെരിയാറ്റിൽ നീരൊഴുക്ക് വർദ്ധിച്ചത്. കഴിഞ്ഞ 2 ദിവസത്തെ മഴയാണ് പെരിയാറിനെ ജലസമൃദ്ധമാക്കിയത്. പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് പെയ്തിറങ്ങുന്നത്. പെരിയാറ്റിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പെരിയാർ ഇരുകര മുറ്റിയാണ് ഇപ്പോൾ ഒഴുകുന്നത്. മഴ തുടരുകയാണെങ്കിൽ പെരിയാർ കരകവി. തുടർന്ന് പെരിയാറിന്റെ ജലനിരപ്പ് ആനതോലെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിതീവ്ര മഴയാണ് ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. ഈ മഴയുടെ ഇതുമൂലം പെരിയാറ്റിലെ ജലനിരപ്പ് അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഈ പ്രദേശവാസികളിലും പെരിയാറിന്റെ തീരദേശവാസികളിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ വളരെയേറെ ആശങ്ക ഉയർത്തുന്ന സാഹചര്യം. ചില ദിവസങ്ങളായിട്ട് വലിയ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പെരിയാറ്റിൽ നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. പെരിയാറിൻ്റെ ഇരു കരകളും കവിഞ്ഞാണിപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ട്. സാധാരണ കാണാറുള്ളത് പോലുള്ള വെള്ളം ഇനിയും പെരിയാറ്റിൽ എത്തിയിട്ടില്ല. പെരിയാറിനെ ജലസമൃദ്ധമാക്കുന്ന കൈത്തോടുകളെല്ലാം തന്നെ ഒഴുകാൻ പാകത്തിൽ വെള്ളമെത്തിയതാണ് പെരിയാറ്റിൽ ആവശ്യത്തിന് വെള്ളമെത്താൻ കാരണം. ഇന്നലെ മുതലാണ് പെരിയാറ്റിൽ നീരൊഴുക്ക് വർദ്ധിച്ചത്. സമീപ ജലസ്രോതസ്സുകളിലെല്ലാം വെള്ളമെത്തി. പെരിയാർ സംഹാര രൂപിണിയാകുന്ന സമയത്താണ് ശാന്തമായി ഇപ്പോൾ ഒഴുകുന്നത്. മഴ ശക്തിയാർജിച്ചാൽ പെരിയാർ സംഹാര താണ്ഡവമാടും. പെരിയാറ്റിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ കർഷകരുടെ മനസ്സിൽ ആനന്ദമഴയും ഉണ്ടായി. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് കർഷകരിൽ ആശങ്കയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ.